എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണ്. വെട്ട് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ചായക്കട കേക്ക്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 താറാമുട്ട പൊട്ടിച്ച് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ട ഒരു 250 ഗ്രാം പഞ്ചസാര, 4 താറാമുട്ട, 250 ഗ്രാം പഞ്ചസാര. നമ്മൾ 1/2 കിലോ മാവിനാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു 20 ഏലക്ക പൊടിച്ചത്, 20 ഏലക്ക എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 10 ഗ്രാമോളം വരും. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അരിഞ്ഞ് വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 1/2 കിലോ മൈദാമാവിന് നമുക്ക് 4 താറാമുട്ടയാണ് വേണ്ടത്. 1 കിലോ മാവിന് 8 താറാമുട്ട, അങ്ങനെയാണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് 1/2 കിലോ മാവ് ഇടുകയാണ്. മാവിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പം 1/2 കിലോയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 4 താറാമുട്ടയ്ക്ക് വലുപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1/2 കിലോ എന്നുള്ളത് ചിലപ്പോൾ ഒരു 100 ഗ്രാം കൂടെ അധികം വേണ്ടി വരും. കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-15 മുട്ട എടുക്കുകയാണെങ്കിൽ അതൊരു 10 എണ്ണം വലുത്, 5 എണ്ണം ചെറുത്, ഇങ്ങനെയൊക്കെ വരും. അപ്പം 4 എണ്ണം എടുക്കുമ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന 4 കുറച്ച് വലിയ മുട്ടയായിരുന്നു. താറാമുട്ട പല അളവിൽ വരും. അപ്പം അതുകൊണ്ട് ചിലപ്പം 100 ഗ്രാം മാവും കൂടെ എക്സ്ട്രാ ചേർക്കേണ്ടി വരും. കാര്യം മുട്ടയുടെ വലുപ്പം അനുസരിച്ചിരിക്കും. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 മുട്ടയ്ക്ക് 1/2 കിലോ മാവ് മതിയാവും. കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 മുട്ടയ്ക്ക് 1/2 കിലോ മാവാണ് അതിൻ്റെ കണക്ക്. കോഴിമുട്ട ചായക്കടകളിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും താറാമുട്ടയിലാണ് ഉണ്ടാക്കുക. താറാമുട്ടയാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം റെഡിയായി. അപ്പം എന്താ ഈ പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കയ്യിലൊട്ടാത്തൊരു പരുവം. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം, കയ്യിലൊട്ടാത്ത പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊരു സ്വല്പം പൊടി ഇട്ടിട്ട്, അത് പാത്രത്തിലൊട്ടായിരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് 1 മണിക്കൂർ ഇത് വെച്ചിരിക്കാം. 1 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് മാവ് ഏകദേശം നല്ല സോഫ്റ്റ് പരുവത്തിൽ ആയി കിട്ടും. ഒന്ന് മാവ് പൊടിച്ച് കിട്ടും, സോഡാപ്പൊടി ചേർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ടേബിളിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് മാവെടുത്ത് വെക്കാം. കാര്യം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് കറക്റ്റ് അളവിലൊന്നും കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. അപ്പം നമ്മൾ കച്ചവടത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ അളവിൽ ഒരേ തൂക്കത്തിൽ കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ പല ഡിസൈനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്ക്വയറിലും പിന്നെ കുറച്ച് അച്ചിനകത്തും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം ആദ്യം കുറച്ച് നമുക്ക് സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തു. ഇനി ബാക്കി കുറച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ, അപ്പം നമുക്ക് സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പം ഞാനത് പ്ലാസ്റ്റിക്കിൻ്റെ അച്ച് വെച്ച് പല മോഡലിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലിടണം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാവ് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ തീ കുറയ്ക്കണം. ഓവറായിട്ടുള്ള ചൂടിൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, കളർ മാറിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന്
വെന്ത് വരണമെങ്കിൽ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് പുറം കരിയാതെ നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റുള്ള പലഹാരങ്ങൾ കൂട്ടല്ല കേക്ക് തീ കൂടിക്കഴിഞ്ഞാൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ പുറം കരിയുന്നതല്ലാതെ ഉള്ളു വേവത്തില്ല. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.